താമര വിരിയിക്കാൻ ഐതിഹാസികമായ പോരാട്ടം നടത്തുന്ന എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ മഹാനടൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മാതൃകാ പുരുഷൻ, സാംസ്കാരിക തലസ്ഥാനത്ത് ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് താമര വിരിയിച്ച ചരിത്ര പുരുഷൻ, കേന്ദ്ര മന്ത്രി, സകല വിശേഷങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപി അവർകൾ, യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ കൺവീനർ ശ്രീ കെ വി ദിവാകരൻ, വേദിയിലിരിക്കുന്ന മുതിർന്ന നേതാവ് ശ്രീ രാമൻകുട്ടിയേട്ടൻ, ശ്രീ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മനോജ് കെ വി, ശ്രീ ദിനേശൻ അറവക്കാട്, വരുൺ പ്രസാദ്, നിതീഷ്, കൃഷ്ണദാസ്, രാജൻ എൻ പി, രതീഷ്, നാരായണൻകുട്ടി, കെ സി കുഞ്ഞൻ, സുന്ദരൻ, വേണുഗോപാൽ, നളിനി, വിഷ്ണു, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, ആദ്യമായി ഈ തൃത്താലയുടെ മണ്ണിൽ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ആയിരങ്ങളാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. തൃത്താലയിൽ NDA തരംഗം ആഞ്ഞടിക്കുകയാണ്. തൃത്താലയുടെ മണ്ണിൽ താമര വിരിയിക്കാൻ, ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായിരിക്കുന്നതിന് തെളിവാണ് എന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരും നാട്ടുകാരും. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് എന്നുള്ളതാണ്. തൃത്താലയും മാറാൻ പോവുകയാണ്. മാറാൻ കൊതിക്കുന്ന തൃത്താലയ്ക്ക്, മാറ്റത്തിന് വേണ്ടിയുള്ള കാഹളം മുഴക്കുന്ന തൃത്താലയ്ക്ക് കരുത്ത് പകരുവാൻ വേണ്ടിയാണ്, ശക്തി പകരുവാൻ വേണ്ടിയാണ് ഇന്ന് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 2021 ശേഷം 2026 എത്തി നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയ കേരളം വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു, പരിവർത്തനം ഉണ്ടായിരിക്കുന്നു. 2024 കേരളത്തിൽ സാംസ്കാരിക തലസ്ഥാനത്ത് താമര വിരിയിച്ചുകൊണ്ട് MPയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. അദ്ദേഹമാണ് ഈ മുന്നിലിരിക്കുന്ന ശ്രീമാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാപുരുഷൻ. 2025 കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മേയർ സൃഷ്ടിച്ചെടുത്തു ഈ കേരളത്തിലെ BJP പ്രവർത്തകർ. 2024 സാംസ്കാരിക തലസ്ഥാനത്ത് MPയും കേന്ദ്രമന്ത്രിയും, 2025 രാഷ്ട്രീയ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മേയർ, 2026 NDA ലക്ഷ്യമിടുന്നത് കേരളത്തിൽ CM എന്ന ചീഫ് മിനിസ്റ്റർ എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ ഈ തൃത്താലയിൽ നിന്നും NDAക്ക് ഒരു MLA ഉണ്ടാകണം. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മാറി മാറി തൃത്താല മണ്ഡലത്തെ പ്രതികരിച്ച ആർക്കും തന്നെ ഈ തൃത്താലയുടെ വികസനത്തെ കുറിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു മന്ത്രിയുടെ മണ്ഡലമാണ്. തൊട്ടു മുൻപ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച MLA ഉണ്ടായിരുന്നു. തൃത്താല ഇന്നും വികസിത തൃത്താലയ്ക്ക് പകരം അവികസിത തൃത്താലയെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. NDA നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്, NDA നിങ്ങളോട് പറയുന്നത്, ഈ മണ്ഡലത്തിൽ നിന്നും NDAയുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ, ഈ മണ്ഡലത്തിൽ നിന്നും NDAയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ വികസിത തൃത്താല പ്രാവർത്തികമാക്കുമെന്ന് 100% നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. ശ്രീമാൻ സുരേഷ് ഗോപി സാർ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്കെതിരെ ചാർജ് ഉണ്ടായിരുന്നു. തൃത്താലയുടെ ജനനിവാസികൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, ഇവിടുത്തെ സാധാരണക്കാരനായ തൊഴിലാളി മുതൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ വരെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, തൃത്താലയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ശ്രീമാൻ സുരേഷ് ഗോപിയോട് ആ കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം അദ്ദേഹം പ്രധാനമന്ത്രിക്ക് വിളിച്ചുകൊണ്ട് തൃത്താലയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിരവധി പരിപാടികൾ കഴിഞ്ഞാണ് ശ്രീമാൻ സുരേഷ് ഗോപി സാർ നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കോഴിക്കോട് രാവിലെ നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ച സമയത്ത്, തൃത്താല വിളിച്ച സമയത്ത് അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ഈ തൃത്താലയിൽ ഞാൻ വരും, തൃത്താലയിൽ ഞാൻ ഉണ്ടാവും,
ജനങ്ങളെ കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അക്കിത്തത്തിന് മഹാകവി അക്കിത്തത്തിന്റെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പാടിയ മഹാകവി അക്കിത്തത്തിന്റെ മണ്ണാണ്, പാക്കനാരുടെ മണ്ണാണ് തൃത്താല. കാർഷിക മേഖലയിലെ സമ്പൽ സമൃദ്ധിയുടെ മണ്ണാണ് തൃത്താല. ആ തൃത്താല ഇന്ന് ഏറ്റവും പിന്നോക്ക മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. അക്കിത്തത്തിന്റെ 100ാം ജന്മദിനം ആചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്മാരകം പണിയാൻ കഴിഞ്ഞിട്ടില്ല. 5 കോടി രൂപ വകയിരുത്തി ഞാൻ അവിടെ പോയിരുന്നു. അദ്ദേഹത്തിന്റെ വീട് സ്മാരകമാക്കാൻ ഒരു പരിശ്രമം നടത്തിയിട്ടില്ല. സാംസ്കാരിക നിലയം പണിഞ്ഞിട്ടില്ല. പാക്കനാരുടെ സ്ഥലവും അനാഥമായി കിടക്കുന്നു. ഹൈന്ദവർക്ക് മരണപ്പെട്ടാൽ ശവമടക്കം ചെയ്യാനുള്ള ഒരു ശ്മശാനം പോലുമില്ല. ആ കൂടല്ലൂരിലെ ശ്മശാനം ഇന്ന് കാട് പിടിച്ചു കിടക്കുന്നു. എന്ത് വികസനമാണുള്ളത്? ഹാബിറ്റേറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്ത നിരവധി പ്രോജക്റ്റുകളിൽ അഴിമതി നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സമസ്ത മേഖലയിലും പുരോഗതിയില്ലാത്ത വികസനമില്ല സമയത്ത് നിരവധി കോളനികൾ സന്ദർശിച്ചു, ഉന്നതികൾ സന്ദർശിച്ചിരുന്നു. അവിടെയെല്ലാം പോയ സമയത്ത് ഇന്നും ഞാൻ കണ്ടു, അവർക്ക് വീടില്ല, കുടിവെള്ളമില്ല, കഷ്ടപ്പെടുന്നു. ഞാൻ എന്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത് മാറണം. തൃത്താലയെ മാറിയേ പറ്റൂ. മാറുന്ന തൃത്താലയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് NDAക്കാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ, ആ നരേന്ദ്രമോദി ഗവൺമെന്റ് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി NDA സ്ഥാനാർത്ഥി വിജയിക്കണം. ഇന്ന് ശ്രീമാൻ സുരേഷ് ഗോപി സാർ തൃത്താലയെ എത്തിച്ചേർന്നിട്ടുണ്ട്. 29ാം തീയതി നമ്മുടെ ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി പാലക്കാട് കോട്ടമൈതാനിയിൽ 1000-10,000 പങ്കെടുക്കുന്ന പരിപാടിയിൽ സംബന്ധിക്കാൻ വരികയാണ്. രാഷ്ട്രീയ കേരളം പിടിച്ചെടുക്കാനുള്ള പടയോട്ടത്തിൽ മുന്നണി പോരാളികളായി നിങ്ങൾ ഉണ്ടാകണം. തൃത്താലയിൽ നമ്മൾ പിടിച്ചെടുക്കും. തൃത്താലയുടെ മണ്ണിൽ താമര വിരിയിക്കുവാനുള്ള ഐതിഹാസികമായ പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ തൃത്താല മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും താമര അടയാളത്തിൽ നൽകണമെന്നും എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇനി വരുന്ന 14 ദിവസക്കാലം ബൂത്തുകളിൽ യാത്ര ചെയ്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ MLA ആയി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു വിളിപ്പുറത്ത് നിങ്ങളോടൊപ്പം കൂടപ്പിറപ്പായി നിങ്ങളിൽ ഒരാളായി ഞാൻ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി. എത്തിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ദിനങ്ങളാണ് കടന്നു പോകുന്നത്. തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ നയിക്കേണ്ട, നിങ്ങൾക്ക് ഉചിതമായ നിശ്ചയം കുറിക്കുന്നതിനുള്ള തീരുമാനമെടുക്കേണ്ട നിമിഷങ്ങളെ നിങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നത് രണ്ടാമത്തേതെന്നോ ഒന്നാമത്തേതെന്നോ എന്ന് വരെ പറയാവുന്ന തരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യം വളർന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഞങ്ങൾ നേരിടുമ്പോൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ നിഗമനങ്ങൾ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഉയർത്തിവിടുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ ഇവിടെ പ്രവർത്തനങ്ങളും ഒന്നും ചർച്ചയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരരുത്. ഒരൊറ്റ വാക്കിൽ കൊണ്ടു ചെന്ന് നിങ്ങളുടെ ചിന്തയെ കെട്ടിയിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഡീൽ എന്ന് പറഞ്ഞൊരു വാക്ക് ഉദയം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് ഇന്നലെ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം കേരളത്തിലെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം. അതിന് ഞാൻ അവിടെ വരുമ്പോൾ അതിൻ്റെ കൃത്യമായ മറുപടി കൊടുത്തുകൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലക്കെടുക്കുന്നില്ല, ഒരു മൂല്യവും കൽപ്പിക്കുന്നില്ല.
മറിച്ച് ഇത് ഇടതിന്റെയും വലതിന്റെയും ഒരു പരിദേവനം മാത്രം, അവരുടെ കൊതിക്കെറുമാണ്. ഇടതൻ പറയുന്നു ഡീല് മുഴുവൻ വലതിനുമായിട്ടാണ്, ഞങ്ങൾക്കതുകൊണ്ട് ആ ശക്തി ലഭിക്കുന്നില്ല. പക്ഷെ BJP നയിക്കുന്ന NDA സഖ്യം പറയുന്നു ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ഏത് ഭരണം വന്നാലും ഇനി മെത്തപ്പുറത്തിരുന്ന് റോസാപ്പൂ ഇതൾ വിരിച്ച് മെത്തയിലിരുന്ന് ഒരു കാരണവശാലും നിങ്ങളുടെ അധമ ഭരണം കഴിഞ്ഞ 10 വർഷം, അതിന് മുമ്പ് ഒരു 30 വർഷമെങ്കിലും കൊണ്ടുപോയതുപോലെ ഇനി നടത്തിക്കൊണ്ടുപോകും. വെസ്റ്റ് ബംഗാളിലും ഇല്ലാത്ത ഒരു ഡീൽ, അസമിൽ ഇല്ലാത്ത ഒരു ഡീൽ, പുതുച്ചേരിയിൽ ഇല്ലാത്ത ഒരു ഡീൽ, തമിഴ്നാട്ടിലുള്ള ഒരു ഡീൽ, ഇന്ത്യ ഡീൽ, അതാരെ വഹിക്കാൻ വേണ്ടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചിരിക്കണം. ാണ് കോൺഗ്രസിനും സീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒത്തുകളി എന്തുകൊണ്ട് ഇവിടെയും ആയിക്കൂടാ? നേരിടാൻ ത്രാണിയില്ല, ശക്തിയില്ല. BJP അത്രത്തോളം ശക്തമായ ഒരു മുന്നണിയായി NDA ആയി വളർന്നിരിക്കുന്നു. അതിനെ അവർ ഭയപ്പെടണം. പക്ഷെ ആ ഭയപ്പാടിൽ നിങ്ങളുടെ സുരക്ഷ ഒളിഞ്ഞിരിക്കുന്നു എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഉണ്ണികൃഷ്ണൻ മാഷിലേക്ക് വരികയാണെങ്കിൽ, തൃശ്ശൂരിലെ ചരിത്ര വിജയം എന്നൊക്കെ ഇവര് വാദോരാതെ വിളിച്ച് പറയുന്നു. അവിടെ തൃശ്ശൂരിലെ മനുഷ്യർ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ വിജയത്തിന്റെ രഹസ്യം. ഞാൻ 2019 അവിടെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ 20,000, 30,000, 45,000, 42,000 വരെ എത്തി നിന്ന ഒരു വോട്ടെന്ന് പറയുന്നത് 2014 തൃശ്ശൂരിൽ 2019 എത്തുമ്പോ നാഗേഷ് എന്ന് പറയുന്ന അവിടുത്തെ BJP പ്രവർത്തകൻ, വളരെ ആത്മാർത്ഥതയുള്ള സംഘത്തിനോടും BJP രാഷ്ട്രീയ കക്ഷിയോടും ആത്മാർത്ഥതയുള്ള നാഗേഷാണ് ഒരുപക്ഷെ എന്നെ അവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. അതിനുശേഷം വന്ന അനീഷ് കുമാർ എന്റെ ഇഷ്ടത്തിനനുസരിച്ച്, എന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എന്നെ അവിടെ മുഴുവൻ ഈ 5 വർഷം കൊണ്ട് നടന്നിട്ടുണ്ട്. 21 നിയമസഭയിൽ തെരഞ്ഞെടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും എന്റെ അനിഷ്ടത്തോടെയാണ് എന്റെ നേതാക്കൾ എന്നോട് കട്ടായം നിർദ്ദേശിച്ചതിന്റെ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞിറങ്ങി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടും അവർക്ക് 3 തവണയാണ് ആരാധ്യനായ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നത്. 3 തവണ. അപ്പൊ എനിക്കൊരു എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതല്ല. പക്ഷെ അങ്ങനെ ഒരാളെ നേരിട്ട് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവണമെന്നാണ് എന്റെ പ്രാർത്ഥന. കുടിവെള്ള പ്രശ്നം, ഞാൻ മറ്റ് വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ജൽ നദി മിഷൻ ഒരു MLA-യുടെയും ഓരോ വാർഡ് മെമ്പറുടെയും ഉത്തരവാദിത്വമാണ്. തൃശ്ശൂരിലൊരു ഫോറൻസിക് ലാബ് വരണമെന്ന് പറഞ്ഞ കത്തിന്റെ കോപ്പിയുണ്ട്. രാജൻ മിനിസ്റ്റർക്ക് അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. MP-യുമായിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇതിലെ സത്യം ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഒത്തിരിക്കാൻ. ഇവിടെ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഉണ്ണികൃഷ്ണൻ മാഷ്, നിങ്ങളുടെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കൊണ്ടത് പ്രധാനമന്ത്രിയെ വിളിപ്പിച്ച് സാധിച്ചു തരാമെന്ന്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം, ഫെഡറൽ സ്ട്രക്ചറിൽ സംസ്ഥാന സർക്കാർ ആരായിരിക്കണമെന്ന് നിശ്ചയിച്ചാൽ മാത്രമേ, നിങ്ങൾ നിശ്ചയിച്ചാൽ മാത്രമാണ് അങ്ങനെ ഒരു ഫോൺ കോൾ എന്നോട്, അടുത്ത ഫോൺ കോൾ എന്റേത് എന്റെ പ്രധാനമന്ത്രിയോട് എന്ന് പറയുന്ന നിങ്ങളുടെ സഫലീകരണം എങ്കിൽ മാത്രമേ ദ്രോഹമായി ആരെടുത്തു നിന്നൊക്കെ പിടിച്ചു പറിച്ചു അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വരും, പദ്ധതി മുടങ്ങും എന്നുള്ളത് കൊണ്ടാണ് മറ്റ് പേരുകൾ തരൂ, ഏതൊക്കെ ജില്ലയിൽ നിങ്ങൾ സ്ഥലമെടുത്ത് തരും എന്ന് ചോദിച്ചു. അവിടെ 7 മണ്ഡലങ്ങളുണ്ട്. ഗുരുവായൂർ ഒഴിച്ച എല്ലാ മണ്ഡലത്തിലും 10,000-ന് മേലെ